ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും നമ്മുടെ പാരഡൈസിൽ ഒരിക്കൽ കൂടെ സ്വാഗതം. ഇന്ന് ഈ വീഡിയോ ചെയ്യുന്ന ഒരു സന്തോഷമായ ഒരു കാര്യം പറയാനാണ്. എന്തെന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിൽ ഒരു പശു ഹീറ്റ് ആവാതെ, അത് കുറെ നാളുകൊണ്ട്, ഒരു വർഷം കൊണ്ട് ഹീറ്റ് ആവുന്ന പശുവിനെ നമ്മൾ ആവാതിരുന്ന പശുവിനെ നമ്മൾ ഇപ്പൊ ഹീറ്റ് ആയിട്ടുണ്ട്. ഈ ഹീറ്റ് ആവാൻ വേണ്ടി നമ്മൾ ഇടയ്ക്കൊരു ഹോം റെമഡി കാണിച്ചിട്ടായിരുന്നു. അത് കൊടുത്തിപ്പോൾ 1 മന്ത് ആയപ്പോഴാണ് പശു ഹീറ്റ് ആയത്. ഹോം റെമഡി നമ്മുടെ ചാനൽ നോക്കിയാൽ കാണാം. ഹോം റെമഡി അതിൻ്റെ കൂടെ 2 മെഡിസിനും കൊടുത്തായിരുന്നു. അത് നിങ്ങൾക്ക് നോക്കുമ്പോൾ കാണാം. ഇപ്പൊ നമ്മുടെ പശു ഹീറ്റ് ആയിട്ടുണ്ട്. കറക്റ്റ് ആ വീഡിയോ കണ്ട് ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് അറിയാം. ഇത് ഏകദേശം 1 മന്ത് ആയി നമ്മൾ ആ ട്രീറ്റ്മെന്റ് കൊടുത്തിട്ട്. പിന്നെ ഇത് ചിന്താമണി എന്ന് വാങ്ങിയ പശുവാണ്. അപ്പൊ നമ്മൾ കൊടുക്കാൻ വരെ തീരുമാനിച്ചതാണ്. കൊടുക്കാൻ നേരത്തിന് അവർ നമുക്ക് പറഞ്ഞ റേറ്റ് എന്ന് വെച്ചാൽ 10,000 രൂപയാണ്. കാരണം നമ്മൾ ഈ പശു വാങ്ങുമ്പോൾ 90,000 രൂപയ്ക്ക് നമ്മൾ ചിന്താമണി എന്ന് വാങ്ങിക്കൊണ്ടുവന്ന, കർണാടക ചിന്താമണി എന്ന് വാങ്ങിക്കൊണ്ടുവന്ന പശുവാണ്. ഇതിന് 10,000 രൂപ റേറ്റ് കേട്ടപ്പോൾ നമുക്ക് തകർന്നു പോയി. കാരണം അപ്പോഴും ഇതിൽ 12 ലിറ്റർ പാലുണ്ടായിരുന്നു. ഇത് ഒരുപാട് വേറെയും കുഴപ്പമുള്ള പശുവായിരുന്നു. ഈ പശുവിന്റെ തൊടയിലായിരുന്നു നീരുണ്ടായിരുന്നത്. അമ്മ അതിനെ എഴുപ്പില്ലമ്മ, അന്ന് നേരെ എണീക്കാൻ പറ്റൂലായിരുന്നു. തൊടയിൽ നല്ല നീര് നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നു. മാക്സ് സൾഫേറ്റ് ഒക്കെ ഇട്ട് ഇതിന്റെ നീര് കുറയ്ക്കുന്ന വീഡിയോ ഒക്കെ നമ്മൾ വീഡിയോ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പൊ തൊടയിലെ നീരൊക്കെ മാറി. ആ വീഡിയോ വേണമെങ്കിൽ എടുത്ത് കാണാം. തൊടയിലെ നീര് വന്ന് നല്ല വീങ്ങിയിരിക്കുന്ന, ഈ ഭാഗത്തായിട്ട് നല്ല നീര് വന്ന് വീങ്ങിയിരിക്കുന്ന ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. മാക്സ് സൾഫേറ്റ് പുരട്ടുന്നുണ്ടായിരുന്നു. അതൊക്കെ ചെയ്ത് നമ്മൾ ഒരുപാട് ശരിയാക്കി എടുത്ത പശുവാണ്. നല്ല ഹൈറ്റ് ഉള്ള പശുവാണ്. അമ്മയുടെ അടുത്ത് നിന്ന് ഹൈറ്റ് കാണിച്ചു കൊടുക്കാം. കണ്ടോ, ഇതിന്റെ ഹൈറ്റ് കണ്ടോ, നല്ല ഹൈറ്റ് ഉള്ള പശുവാണ്. അതുകൊണ്ട് തന്നെ ഇതിന് നമുക്ക് കൊടുക്കാൻ മടി. കാരണം നമ്മൾ ഇത്രയും രൂപ കൊടുത്തൊക്കെ ഇതിനെ വാങ്ങിക്കൊണ്ട് അവിടെ നിന്ന് കൊണ്ടുവരുന്നതിന്റെ പാടി പശുക്കളെ കൊണ്ടുവരുന്നവർക്ക് അറിയാം. ഈ ചിന്താമണി എന്നൊക്കെ ഈ പശുക്കളെ ഇവിടെ എത്തിക്കുന്നതിന്റെ പാട്, അതിന്റെ റേറ്റും കാര്യങ്ങളും. അപ്പൊ ഇത്രയും നല്ല പശുവിനെ കൊടുക്കാൻ പാടാണ്. നമ്മൾ മാക്സിമം ട്രൈ ചെയ്ത് ഇതിനെ ഹീറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പൊ ഇന്നാണ് ഹീറ്റ് കണ്ടത്. നമ്മൾ ഡോക്ടറെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. ഡോക്ടർ ഇപ്പൊ നാളെ ഇതിനെ ഇഞ്ചക്ഷൻ വെക്കാൻ വരും, IVF ചെയ്യാൻ വരും. അപ്പോൾ ഇതാണ് ഫാമിലി ഏറ്റവും സന്തോഷകരമായ വാർത്ത. ഒരുപാട് കഷ്ടപ്പെടുത്തിയ പശുവാണ്. നമ്മൾ ഓരോന്ന് മാറുമ്പോൾ അതിന് ഓരോ അസുഖങ്ങളാണ്. ഇപ്പോൾ അത് ഇതിന് തൈലേറിയ വന്നു, ബ്ലഡ് കൗണ്ട് കുറവ് വന്നു, അങ്ങനെ ഒരുപാട് അസുഖങ്ങൾ വന്നു. പക്ഷെ എന്നിട്ടും ഇതിന് എന്തൊക്കെ അസുഖം, ഒരു 12 ലിറ്റർ പാൽ ഇതിന് കിട്ടിക്കൊണ്ടേയിരുന്നു. അതാണ് കാരണം ഇതിന് നമ്മൾ പിടിച്ചു കൊടുക്കാത്തതിന് കാരണം. ഒന്നാമത്തെ കാര്യം അതാണ്, ഇതിന് പാലുണ്ടായിരുന്നു. എന്തൊക്കെ അസുഖങ്ങൾ വന്നാലും പാലുണ്ടായിരുന്നു. അപ്പൊ ഇന്നത്തെ നമ്മുടെ ഫാമിലി ഏറ്റവും സന്തോഷകരമായ വാർത്ത ഇത് തന്നെയാണ്. നമ്മളെ ആ ഒരു വർഷം കൊണ്ട് നമ്മൾ ഇതിനെ ട്രീറ്റ്മെന്റ് ചെയ്യേണ്ട ഫലം ഇന്ന് കണ്ടായിരുന്നു. അപ്പോ എല്ലാവർക്കും ഇതിനെ നമ്മൾ ഹീറ്റ് ആവാൻ ഇത് ചെയ്ത റെമഡി, എല്ലാവരും അത് കണ്ടിട്ടില്ലാത്ത ഒരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ആ റെമഡി ഒന്ന് പോയി കാണുക. നിങ്ങളുടെ വീട്ടിലും ഇത് പൂർണ്ണ വിശ്വാസത്തോടെ നിങ്ങൾക്ക് അത് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരും. അപ്പോൾ എല്ലാവരും ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പോൾ വീണ്ടും വേറൊരു പുതിയ വീഡിയോ ആയിട്ട് വരും. ബൈ.